ഒക്കെ ഈ സാധനം വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഈ ഇന്ത്യയിലിരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആളുകളൊക്കെ ആണല്ലോ. അപ്പൊ ഇതൊന്നും നോക്കിയിട്ടില്ലേ? ഈ വാഹനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇവരെന്താണ് ചെക്ക് ചെയ്തിരുന്നത്? ഈ വാഹനങ്ങളുടെ കസ്റ്റംസ് ഡ്യൂട്ടി അടച്ച് പൊല്യൂഷനും ടാക്സും നമ്പർ പ്ലേറ്റിന്റെ എല്ലാ അടക്കം ഫീസുകളും വാങ്ങിയിട്ട് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് വർഷങ്ങളായി. ആ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് ഒരു പേരിട്ടിരിക്കുന്നത്, ഓപ്പറേഷൻ നുങ്കൂർ. ഇതിനു മുൻപ് ഈ വണ്ടി മോഷണം കൊണ്ടുവന്നതാണോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും തട്ടിയെടുത്തതാണോ എന്നൊന്നും നോക്കാതെ ആ വാഹനങ്ങളിൽ കിട്ടാവുന്നതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയതിന് ശേഷം ഇപ്പോൾ എന്താ പറയുക, ഇവരുടെ കുറെ ടീമുണ്ടല്ലോ, മറ്റേ NIA, പിന്നെ അതേപോലെ തന്നെ ED, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ വിഷയങ്ങളുമായിട്ട് മുന്നിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വിഷയങ്ങളിൽ ഇടപെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മമ്മൂട്ടിയുടെ വീട്ടിലേക്കാണ് ആദ്യം ഇവർ പോയത്. എല്ലാം കൂടി മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ മമ്മൂട്ടിയുടെ വാഹനശേഖരം ചെക്ക് ചെയ്യുന്നുണ്ട്, ദുൽഖറിന്റെ വാഹനശേഖരം ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മാധ്യമങ്ങളെല്ലാം അപ്പോൾ അറിയിക്കുന്നുണ്ട്. ഇതെന്തിന്റെ പേരിലായിരിക്കും നടന്നത്? അതായത് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും മേടിച്ചതിന് ശേഷം, അല്ലെങ്കിൽ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയതിന് ശേഷം പിന്നീട് വന്നിട്ടൊരു